വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഏറെ പ്രചോദനം തരുന്ന ചില കാര്യങ്ങൾ, പൊതുവായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന വിഷയങ്ങളുണ്ട്, അതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കരുത്. ഉദാഹരണം പറയാം. ഈ എല്ലാ വർഷങ്ങളും നമുക്കറിയാം, ഈ സമ്മർ കാലം വരുമ്പോൾ ചൂടുണ്ട് അല്ലേ? അപ്പം ഞാനും കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറയും, എന്നാ ചൂടാണ്, ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ഈ സഹിക്കാൻ വയ്യാത്ത ചൂടാന്ന് നമ്മൾ പറയുമ്പോൾ ആക്ച്വലി ആ കാഠിന്യം ഉണ്ട്. ആ കാഠിന്യമായ ചൂടിനെ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ, ശ്രദ്ധിച്ച് എല്ലാവരും, നമ്മുടെ മനോഭാവവും നമ്മൾ പറയുന്ന വാക്കുകളെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഇപ്രാവശ്യം നമുക്കറിയാം, എല്ലാ വർഷത്തേക്കാളുള്ള ചൂട് അത് ചുമ്മാ ഒന്നുമല്ല, ഒരു പ്രത്യേകം തെളിവോടുകൂടി ഇത്ര അതിൻ്റെ കണക്ക് പറഞ്ഞാണ് അവർ പറയുന്നത്. നിഷേധിക്കാനൊക്കെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട്, പേപ്പർ രാവിലെ വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാം വളരെ വളരെ കൂടുതലാണ്, പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് എത്തിക്കുന്നു, ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ നാവ് കൊണ്ട് പറയുകയോ അല്ലെങ്കിൽ അതിനൊരു കഠിനത ഞാൻ കൊടുത്താൽ എന്നിൽ നെഗറ്റീവ് എനർജി, വേണം ഇങ്ങനെ പറയാം, ആ അന്തരീക്ഷത്തിലുള്ള ചൂടിൻ്റെ 10 മടങ്ങ് എൻ്റെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു ചെറിയ ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെയും, നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളെ നിങ്ങളതിന് ഫോക്കസ് ചെയ്യുമ്പോൾ ഒത്തിരി അത് വലുതാവും. ആ വിഷയങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തും. ഞാൻ വേണേൽ ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ അനുദിന ജീവിതത്തിൽ, ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞാൻ ഒരു ദൈവ ശുശ്രൂഷനായതുകൊണ്ട് ഈ ദൈവികമായ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആത്മയുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ശത്രു ആകുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങൾ അല്ലെ എന്തോ, ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി വർണ്ണന കൊടുക്കാൻ, അങ്ങനെ ആയിരുന്നു, അതങ്ങനെ വെളിപ്പെട്ടു, ഇങ്ങനെ ആയിരുന്നു, ഇതങ്ങനെ. പക്ഷെ ഒരിക്കൽ ദൈവനോട് പറഞ്ഞ്, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ നിങ്ങളുടെ ജീവിതവുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് തന്നെ നിങ്ങൾ സംസാരിക്കുക. 2 തലമുണ്ട്. നെഗറ്റീവായ കാര്യങ്ങൾ വേണം ഇങ്ങനെ പറയാം, ആ അല്പം നിങ്ങളെ ഭാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും, നമ്മൾ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തോ പറയാൻ, അച്ഛൻ്റെ കാര്യം, അവിടെ കാര്യം കൊണ്ട് തോറ്റു, കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് തലയിലെ വെള്ളം പറ്റി, ഇതെല്ലാം പറയുമ്പോൾ എന്നറിയോ, ഈ കുഞ്ഞ് അല്ലെ ആ ഭർത്താവ്, ആ ഭാര്യ ഒന്നുകൂടെ വേഴ്സായിട്ട് പോവാ വിഷയങ്ങൾ. നിങ്ങളുടെ മനസ്സിനകത്തത് വീണ്ടും വീണ്ടും നീറ്റിലായിട്ട് ഭാരമായിട്ട്. ഞാനൊരിക്കൽ ഉദാഹരണം പറഞ്ഞു. വിദേശത്ത് മദ്യപാനത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട ഒരു യൗവനക്കാരനെ കുറിച്ച് അവിടുത്തെ മാധ്യമങ്ങളിൽ വരുന്നു, പത്രങ്ങളിൽ വരുന്നു, വല്ലാത്ത ഒരു കുപ്രസിദ്ധ ഒരു വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ പോകുന്ന ഒരാളാണ്. പക്ഷെ ഓരോ പ്രാവശ്യവും ഈ മാതാപിതാക്കൾ ദൈവഭയത്തിൽ പള്ളിയിൽ പോകുന്നവർ അതിലും വന്ന് പറയും, നിങ്ങളുടെ മകനെക്കുറിച്ച് ഇങ്ങനെ കേട്ടു. അവർ പറയുകയാണ്, അതൊക്കെ ശരിയാണ്, പ്രസൻറ്റിൽ അതെല്ലാം സത്യമായിരിക്കാം, പക്ഷെ അവനെക്കുറിച്ചുള്ള വാഗ്ദത്തം അങ്ങനല്ല, അവനൊരു ദൈവ പൈതലായി വരും. അതാണ് അൾട്ടിമേറ്റ്. അവർ ഓരോ സാഹചര്യങ്ങൾ, ഒരു ദിവസം അതുപോലെ തന്നെ ആ മകൻ മാനസാന്തരപ്പെട്ട് വന്നു എന്നുള്ളത്. കാരണം വചനം പറയുന്നു, നമ്മുടെ നാവ് ജീവവൃക്ഷമാണ്. നന്മയാണ് നീ വിതയ്ക്കുന്നെങ്കിൽ നീ നന്മയുടെ ഫലം കൊയ്യും, തിന്മയാണ് തിന്മ. ഈ അടുത്തിടെ നമ്മുടെ സന്തോഷ് കുളങ്ങര പറഞ്ഞ്, ഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? വേറെ ഭാഷ അദ്ദേഹം ഉപയോഗിച്ച് നമുക്ക് പറയാനൊക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ആണോ ഈ പ്രകാശം കൊടുക്കുന്നത്, ഈ വെളിച്ചം കൊടുക്കുന്നത്? ഇതിനെയെല്ലാം തുലനാവസ്ഥ നിർത്തിയിരിക്കുന്ന ആരാണ്? മനുഷ്യൻ്റെ പാപം പെരുകുമ്പോൾ വേദപുസ്തകം എഴുതിയിട്ടുണ്ട്, ഭൂമി പുടുപുടെ പൊട്ടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, അതിൻ്റെ ഭാരം അതിൻ്റെ മേൽ കഠിനമായിരിക്കുന്നു. ജീവനുള്ള ദൈവത്തെ, സൃഷ്ടിതാവിനെ വിട്ട് അതിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ കോപവും പാപവും വരും. വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, സമുദ്രത്തിന് മണൽ കൊണ്ട് അവൻ അതിരിട്ടെന്ന്. എന്താ, തെങ്ങിലോളം വന്ന സുനാമി, എന്നിട്ട് ഇന്നും തെങ്ങോളം കടന്ന് ഇനി നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ടോ കടൽ? പക്ഷേ അത് ചില സമയത്തിന് വേരിയേഷൻ പിടിച്ച് വരുന്നു. പക്ഷേ അതിര് മണൽ കൊണ്ട് അതിരിട്ടിട്ടുണ്ട്.
അല്ല, അതുകൊണ്ടാണ് അത് ആ സ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞ ഒന്നും ദൈവം ചെയ്തിട്ടില്ല. ഇയാൾ കിടന്ന് ഉറങ്ങിയ രാവിലെ എഴുന്നേൽക്കുന്ന ആളുടെ കുറവുണ്ട്. ശ്വസിക്കുന്ന ശ്വാസം പിന്നെ കിട്ടില്ല. ഇയാൾ ശ്വസിക്കുന്ന ഓക്സിജന് ദൈവം കണക്കി ചോദിച്ചായിരുന്നല്ലോ ഇയാൾ ജനിച്ച പോലുള്ളത്. അപ്പം നമുക്കൊക്കെ ചുമ്മാ ഗമയടിക്കാനായിട്ട് നമുക്കിങ്ങനെ കുറവ് ചുമ്മാ പറയാം, അതില്ല ഇതില്ല. പ്രശ്നം വരുമ്പോൾ ആദ്യം ദൈവമേ എന്നാണ് വിളിക്കുക. ഞാൻ ആ ഭാഗത്തോട്ട് കിടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉയർത്തേണ്ടതിനെ ഉയർത്തണം. നന്മ മാത്രം പറ. നീ ഒരു രോഗിയായിരിക്കുക, നീ രോഗി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ വീണ്ടും വീണ്ടും ബലഹീനതയിലേക്ക് പോവുകയാണ്. അതേസമയം നീ കടഭാരങ്ങളിലാണെങ്കിൽ അല്പം കടങ്ങളുണ്ട്, അതിലൂടെ നീക്കുപോക്ക് വരും, പ്ലാൻ ചെയ്യുക. ഞാൻ അടുത്തിടെ ഒരു വ്യക്തി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ഫൈനാൻഷ്യൽ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു കടമുള്ളൊരു വ്യക്തി വ്യക്തതയോടെ അത് എഴുതി വെച്ച് അതേക്കുറിച്ച് ആ വ്യക്തിക്ക് അറിവാണ്. എന്നിട്ട് അവർ ആ കടം കൊടുത്ത് തീർക്കും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആദ്യം ഇങ്ങനെയാണ്, വലിയ എമൗണ്ടുകൾ കൊടുത്തു തീർക്കാൻ ശ്രമിക്കരുത്. ആദ്യം ചെറിയ ചെറിയ കടങ്ങളില്ലേ, അല്ലെങ്കിൽ വിഷയങ്ങൾ ഒത്തിരി ഉണ്ടാക്കുന്ന അവിടെ അതിന് പരിഹാരം ഉണ്ടാക്കി ചെറിയ ചെറിയ തോതിൽ, എന്നിട്ട് ചെറിയ ചെറിയ സേവിങ്ങിലേക്ക് പോവാം. അപ്പം അതിലൊരു നല്ല പ്ലാനിങ്ങോട് ഞാനൊരു 6 മാസം കൊണ്ട് ആ കടം വീട്ടും, ഞാൻ 1 വർഷം കൊണ്ട് അത് വീട്ടും, 2 വർഷം കൂടെ കഴിയുമ്പോൾ എൻ്റെ ആ കടം വീട്ടും, അല്ലെങ്കിൽ ഇന്നുള്ള കടം നാളെ വീട്ടാൻ ശ്രമിക്കും, വീണ്ടും കടങ്ങളെടുത്ത് ചെയ്യുക, അങ്ങനെയല്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് ആ പ്ലാനിങ്ങിൽ പോകുമ്പോൾ തന്നെ വരുന്ന ഗുണമെന്തോന്ന് ചോദിച്ചാൽ പിന്നീട് അതുവരെ നിങ്ങളെ ആക്രമിച്ച കടങ്ങൾക്ക് നിങ്ങളുടെ മേൽ പിന്നെ സ്ഥാനമില്ല. തീരുമാനം എടുക്കണം, ഇനി ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അനാവശ്യമായ ആവശ്യത്തിനല്ലാതെ അനാവശ്യത്തിന് ഞാൻ പൈസ എടുക്കത്തില്ല, അവിടെ ബ്രേക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? വെള്ളം ഒഴുകിക്കോട്ടെ, ഉടനെ പ്ലംബറെ വിളിക്കാൻ പോകല്ല, അല്ലെങ്കിൽ ചെയ്യാനില്ല, ഒട്ടനെ അടുത്തൊരു പരിഹാരം എങ്ങനെയെങ്കിലും ആ ചോർച്ച അല്ലേ ആ ലീക്കിങ് അവിടെ നിർത്തുക. അത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത ശ്രമം ഇതെന്തുകൊണ്ട് വന്നു അത് പരിഹരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ബ്ലീഡിങ് ഉണ്ടായാലും എന്താ സംഭവിക്കുന്നത്? ബ്രെയിനൊക്കെ പെട്ടെന്ന് അവരെന്താ ചെയ്യുന്നത്? അത് നിർത്താനുള്ള കാര്യം നോക്കുന്നത്. അത് വേറെ വലിയ ചികിത്സകളല്ല അവർ ചിന്തിക്കുന്നത്. പെട്ടെന്ന് എമർജൻസി സർജറിക്ക് പോകുന്ന എന്തിനാണ്? ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. അത് അപകടകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളെ ജീവിതത്തിന് ലക്ഷ്യമില്ലാതെ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ ചോരുന്നത്, നിങ്ങളുടെ ആത്മീയത നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുന്നു, നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു, ജീവിതത്തിന് ഉത്സാഹമില്ലാത്തത് നിങ്ങൾ തിരഞ്ഞു പിടിക്കണം. അത് നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, നാട്ടുകാരായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം. അതിന് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകണം. ഇന്നലെ ഞാൻ കേൾപ്പിച്ചില്ലേ, ഞാൻ ഒരു സഹോദരി പറഞ്ഞത്, കുടുംബജീവിതങ്ങളിൽ പ്രായമായി കഴിഞ്ഞാൽ അവർ എന്തോ പണ്ട് പറയാവുന്ന കുഞ്ഞുങ്ങൾ സഹായിക്കും, അങ്ങനൊന്നും പറയാനൊക്കത്തില്ല. അപ്പം 2 പേർക്കും തുണ 2 പേരാണ്. ആ പങ്കാളികളാണ്. ഒരാൾ സ്ലോ ആണെങ്കിൽ ഒരാൾ വീക്ക് ആണെങ്കിൽ മറ്റവരെ ശക്തമായിട്ട് ബാധിക്കും. അവരൊന്നിച്ച് നിന്നുകൊണ്ട് ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് പോയില്ലെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും നിന്ന് അവരെ വിളിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ജീവിതയാത്രയിൽ ആ വ്യക്തിയുടെ പ്രൊഫഷൻ എന്തോ അതെന്തായിരിക്കുന്നു അതിന് കൈത്താങ് കൊടുത്ത് കൂടെ യാത്ര ചെയ്യുക. അത് വരണം. അല്ലെ മറ്റവരെ പ്രയാസപ്പെടും. സമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല, സമയത്ത് വൃത്തിയായിട്ട് നടക്കത്തില്ല, കുളിക്കത്തില്ല, അല്ലെങ്കിൽ ആഹാരം കഴിക്കത്തില്ല, അല്ലെ എന്തോ ജീവിത ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല, എഴുന്നേൽക്കുന്നത് ചെയ്യത്തില്ല. അത് മറ്റവർക്കത് ഭാരമാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഉത്തരവാദിത്തങ്ങളിൽ കറക്റ്റ് ഭാഗത്തിൽ 2 പേർക്കും ഫ്ലോ ആയിട്ട് പോകാമെന്നാണ് ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒത്തിരി സന്തോഷം തോന്നി. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ നെഗറ്റീവ് എനർജി കൊണ്ടിരുന്ന യാതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങളവിടെയെല്ലാം നിങ്ങൾ വിശ്വാസത്തോടെ, നിങ്ങൾക്ക് തോന്നുമായി നിങ്ങൾക്ക് ഇനി കര കയറാൻ കഴിയത്തില്ലാത്തൊരു വിശ്വാസം നിങ്ങൾ പറയണം, കര കയറും ഞാൻ. അവിടെ നിങ്ങൾ പറയണം, പ്രത്യേകിച്ച് ദൈവാധീനങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു വരും. ചിലർക്ക് ഒരു പദവി സ്ഥാനമാനങ്ങളും എല്ലാം വന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നെ മനുഷ്യനെ കുറ്റപ്പെടുത്തിയ പ്രശ്നം ആദ്യം ഒരു ദൈവത്തെ എല്ലാം കൂടെ ദൈവത്തിൻ്റെ തലയിലോട്ട് നമ്മളങ്ങ് വെക്കും. ഈ ദൈവമല്ലേ ഇതിനെല്ലാം മുഴുവൻ നിയന്ത്രിക്കുക. ദൈവം ഓരോരുത്തരും പാവങ്ങൾക്ക് ശിക്ഷ ഇവിടെ കൊടുക്കുവാന്നെ ഓരോരുത്തരെയും ചുറ്റിയൊക്കെ അടിച്ച് ദൈവത്തിൻ്റെ കോപം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ അടിക്കുകയല്ല. ദൈവത്തിൻ്റെ കോപം അഗ്നിജാലത്തിലുള്ള കണ്ണുള്ളവന്. കോപം പഴയ നിയമങ്ങളൊക്കെ വായിച്ച ഭൂമി തുറന്നവരെ വിഴുങ്ങുന്നു. ഭയങ്കര ദൈവത്തിൻ്റെ കോപം എന്ന് പറഞ്ഞാൽ ദഹിച്ചു പോകുന്ന ആണ്. അവൻ്റെ കരുണ കൊണ്ടാണ് നമ്മൾ നഷ്ടപ്പെടാതിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവം നമ്മളെ ശിക്ഷിക്കാൻ തുടങ്ങിയാലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റിനും നമ്മളവരെ അടിക്കാൻ തുടങ്ങിയാൽ എത്ര അടി കൊടുക്കണം ഒരു ദിവസം? പക്ഷെ അവിടെയെല്ലാം കരുണയും സ്നേഹവും വിട്ടുവീഴ്ചയും താക്കീതും ഒക്കെ ഇല്ലേ ദൈവം അതാ ചെയ്യുന്നു. പിന്നെ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം പോയി, ആത്മാവിൽ വിതയ്ക്കുന്നു. വചനം പറയും 4 തലമുറയോളം പിതാക്കന്മാരുടെ അകൃത്യങ്ങളെ ചോദിക്കുമെന്ന് പറയുന്നത്. ഇതിനെല്ലാം ഇറ്റേണൽ പണിഷ്മെൻ്റുണ്ട്, ജഡ്ജ്മെൻ്റുണ്ട്. അതാണ് അവസാന നാളിൽ എല്ലാത്തിനെയും ഉയർപ്പിക്കും, എല്ലാത്തിനെയും ന്യായം വിധിക്കും. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ദൈവത്തോട് നമുക്ക് കുശവന്
കുശവനോട് കളിമണ്ണിന് ചോദിക്കാനൊക്കത്തില്ല, എന്നെ ഇങ്ങനെ എന്താ മെനഞ്ഞത്, എന്താ ഇങ്ങനെ പറയാനൊക്കത്തില്ല. ദൈവവും അവൻ സർവശക്തനാണ്. നമ്മുടെ ചിന്തകളല്ല അവൻ്റെ ചിന്തകൾ. ആകാശം ഭൂമിക്ക് മീത് ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ചിന്തകളും വഴികളും. അവിടെ എനിക്ക് ഇന്ന് ചെറിയ സന്ദേശം നിർത്തുകയാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വരുന്നു, ഒന്നും രാവിലെ എഴുന്നേറ്റിരുന്നു ശരീരത്തിൽ അങ്ങ് വയ്യാന്ന് തോന്നും. എനിക്കറിയാവുന്നൊരു ദേവദാസനുണ്ട്, അദ്ദേഹത്തിനോട് പനിയാണെന്ന് ചോദിച്ചാൽ സമ്മതിക്കത്തില്ല. ക്ഷീണമുണ്ടോയെന്ന് വെച്ചാൽ അത് നാവുകൊണ്ട് പറയത്തില്ല. വയ്യാന്ന് പറയരുത്, ഇല്ല എന്ന് പറയരുത്, ഇല്ല എന്ന് പറയരുത്. നീ ഇന്നലെ ഞാൻ ആ മെസ്സേജ് പറഞ്ഞപ്പോൾ നിൻ്റെ പേഴ്സല്ല നിൻ്റെ മാനദണ്ഡം, നിൻ്റെ അക്കൗണ്ടല്ല നീ സമ്പന്നനാണോ. ഒരു പക്ഷെ ഒന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ നീ സമ്പന്നനാണ്. നീ പറയണം, വീക്ക് സേ ആം സ്ട്രോങ്, പൂർ സേ ആം റിച്ച്. നീ ശരീരത്തിനൊക്കെ വേണ്ട എനർജി ആയിരിക്കത്തില്ല, പക്ഷെ നീ പറയും എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ബലമുണ്ട്. ദൈവം എന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം എന്നെ ഭയങ്കര അതിശയമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രോഗിയായിട്ടല്ല ദൈവം എന്നെ സൃഷ്ടിച്ചത്. രോഗമുണ്ടായിരിക്കുക. നിങ്ങളിങ്ങനെ മനോഭാവങ്ങളെ ഒന്ന് മാറ്റി തിരുത്തി നിങ്ങളിങ്ങനെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങി വലിയ മാറ്റങ്ങളുണ്ടാകും. നമ്മളെന്ത് ചെയ്യും? കടം ആരും ചോദിക്കുന്നത് പേടിച്ച് ഒന്നുമില്ല, ഇല്ല. ചില കുടുംബങ്ങളുണ്ട്, മക്കൾ പോയി എല്ലാമായി ഭയങ്കര മെത്തപ്പുറത്ത് വേണം ഇങ്ങനെ പറയാം, ഭയങ്കര സുവിശേഷത. ഇപ്പം പറയുന്നത് ആരും ഇപ്പോഴും പറയും ഇല്ല കരം ചോദിക്കും ആര്. പക്ഷെ അതുകൊണ്ട് അവർക്ക് ആ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. മുഖത്തിപ്പോഴും ഭാരമാണ്. അല്ലെ ആ നന്മ എടുത്ത് അനുഭവിക്കാനൊക്കത്തില്ല. ദൈവം തരുന്ന സന്തോഷത്തോടെ അനുഭവിക്കുക. ഇന്നലെ ചില പറഞ്ഞു, ചിലരുടെ പിശുക്ക് അവസാനം വരെ ആ പിശുക്ക അതിങ്ങനെ മുറിഞ്ഞ് ഇച്ചിരി മതി ഇച്ചിരി അതുകൊണ്ട് എന്തോ അവർക്കൊന്നും അനുഭവിക്കാനൊക്കത്തില്ല. ജീവിതത്തിൽ ദൈവം തരുന്ന നല്ലതും നല്ല സാഹചര്യങ്ങളും അതിൽ ആവശ്യം എന്നുള്ള അർത്ഥമല്ല ഞാൻ പറയും. അതിനെല്ലാം നമ്മൾ വിധേയപ്പെടണം. യെസ്, അങ്ങനെ വിചാരിക്കുക. ദൈവാത്മങ്ങളുടെ വിശാലത ആ ലോകത്തിൽ നമ്മളന്ന് സന്തോഷം ദൈവം നമുക്ക് അതിനകത്തിരിക്കുന്നത് ഈ ലോക ജീവിതം. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് വശത്തിലൂടെ കാര്യങ്ങളെ കാണാതെ പോസിറ്റീവ് എല്ലാത്തിനെയും എനിക്കിത് മാറ്റം വരും. എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഞാൻ കാണുന്ന വേദന, ഇന്ന് കടന്നു പോലെ വേദനയിലൂടെ, ഇന്ന് ഞാൻ പരാജയത്തിലൂടെ, ഇന്ന് എൻ്റെ മുൻപിൽ വഴികളൊന്നും ഞാൻ കാണുന്നില്ല. ഒരു സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഒരുപോലെ നിൽക്കത്തില്ല. എപ്പോഴും മാറ്റമുണ്ട്. നിങ്ങൾ ഞാൻ ചോദിക്കുന്ന നല്ല വെയിലത്ത് നിൽക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ തണുപ്പിൻ്റെ സൗഖ്യം ആ സന്തോഷം അറിയാൻ കഴിയും? ആ വേദനയോടെ പോകുമ്പോഴല്ലേ ദൈവം എൻ്റെ ദൈവം എന്നെ നല്ല പെയിൻ മാറുമ്പോഴല്ലേ ദൈവമേ എന്നെ ആ വേദനയും ദൈവം വിടുവിച്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല നിങ്ങൾ എന്തിനാ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളല്ല അതിനെ ഉയർത്താൻ ശ്രമിക്കുന്നു, സൂം ചെയ്യുന്നു, അത് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളതിനെ തകർക്കണേ. ഞാൻ ഒരു കാര്യം കൂടെ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഓർപ്പിക്കുന്നു. ഒരിക്കലൊരു മനുഷ്യനൊരു മത്സരത്തിന് 2 മൃഗങ്ങളെ, ഒന്ന് കറുത്ത പട്ടി വേറൊന്ന് വെളുത്തത്. അപ്പോൾ ഇത് ഏത് ജയിക്കുമെന്ന് ചോദിച്ചു. അതേപോലെ കറുപ്പോ വെളുപ്പോ നിറമോ ഒന്നുമല്ല വിഷയം. ഒന്നിന് ആഹാരം കൊടുത്താൽ ഒന്ന് ജയിക്കും, ഒന്നിന് ആഹാരം കൊടുത്തില്ല തോക്കും. നിങ്ങൾ ഏതിന് ആഹാരം കൊടുക്കുന്നത്? ഈ ലോകപ്രകാരമുള്ള നിങ്ങളുടെ ശരീരത്തിനാണോ, അതോ നിങ്ങളുടെ നിത്യമായി നടന്ന ആത്മാവിനാണോ? അതിനാണ് മെഡിറ്റേഷൻ, പ്രാർത്ഥന, ദൈവകരമായ കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ. അത് നിങ്ങളുടെ അകത്തെ മനുഷ്യശക്തിപ്പെടും. നിങ്ങളുടെ മനസ്സിന് ആരോഗ്യം വരും, ബലം വരും. ലക്ഷ്യങ്ങൾ ജീവിതത്തിലുള്ളവർ ഞാനിങ്ങനെയൊക്കെ ആയി, അത്രയൊക്കെ ആയി, ഞാനിങ്ങനെയൊക്കെ അങ്ങനെയല്ല. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് പകരം ഭാവിയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അതും പറഞ്ഞ കുഴപ്പമില്ല. ഇപ്പോഴാണ് നിങ്ങളുടെ സമയം, ഇപ്പോഴാണ് പ്രവർത്തിക്കേണ്ട സമയം, ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ട സമയം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോസിറ്റീവ് എനർജിയിൽ ഓരോ ദിവസവും നിങ്ങളുടെ കാഴ്ചപ്പാട്, ആറ്റിറ്റ്യൂഡ്, ചിന്തകൾ മാറ്റം വരുത്തിക്കൊണ്ട് വിശ്വാസ വാക്കുകൾ പറഞ്ഞു അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും.